ഇതൂടെ അങ്ങോട്ട് കയറ്റിക്കേ. ജയേട്ടന് ഇറങ്ങി ഇതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചോളാം. വലിയ ഉദ്യോഗസ്ഥനായിട്ട് ഞങ്ങളൊക്കെ ഭരിക്കേണ്ട ആളല്ലേ. ശരീരം വേർത്തിട്ടുള്ള അധ്വാനത്തിന്റെ സുഖം അത് വേറെ ഏത് പണിക്ക് കിട്ടും സെബാസ്റ്റ്യ? എന്ത് സർക്കാർ ഉദ്യോഗം കിട്ടിയാലും ആഴ്ചയിൽ ഒരു ദിവസം ലോറിയായിട്ട് ഞാൻ ഈ ചന്തയിലെത്തും. പപ്പനെവിടെ? അവനെവിടെ? ഒരു ചാക്ക് കത്തിരിക്കയും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് പോയ ആളാ. എവിടെ പോയി കിടക്കുക? എന്റെ അമ്മ 100 രൂപ. എന്ത് വിലയായത്? പച്ചക്കറിക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. അതാണ് ഇത് കരിഞ്ഞിരിക്കുന്നത്. എന്തായാലും 100 രൂപത്തിൽ കൂടുതലാ. 90 രൂപ അത് കുറയത്തില്ല. പറ്റില്ല 80 രൂപയ്ക്ക് ഉറപ്പിക്കാം. ഇന്ന് 50 രൂപ. അതിങ്ങനെ താനെന്താ ആളെ കളിയാക്കണോ? 90 പറഞ്ഞപ്പോ താൻ 80 പറഞ്ഞു. 80 എന്ന് പറഞ്ഞ് താൻ തന്നോ 50. എണ്ണി നോക്കിപ്പോ 30. താനെന്താ ആളെ വെക്കാനൊക്കെ 50 എടുത്താൽ ചേരാം. ബാക്കി കൊടുക്കടാ. ഇതൊരു സ്റ്റൈലല്ലേ? എടുക്കുമ്പോ 10, കൊടുക്കുമ്പോ 100, കൊള്ളുവായിരം. ആണോ? ഇനി അവന്റെ കയ്യിൽ നിന്ന് കൊള്ളാൻ നിൽക്കണ്ട, കൊടുക്ക്. നിനക്കോ ലാഭം ഉണ്ടാക്കി തരാന്ന് വെച്ചപ്പോ അതേ ഈ ചാക്കൊന്ന് പിടിച്ചേ. എന്താന്ന് കൈ പൊങ്ങുന്നില്ല. എടാ ഒന്ന് പിടിച്ചു തന്നാ മതി. അത്രേ ഉള്ളൂ. അങ്ങനെ നടക്കടാ. എടാ ജയ, നിന്റെ പകുതി പഠിപ്പും വിവരവും ഈ തൊലിവിളപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്യാബേജിന്റെയും ക്യാരറ്റിന്റെ ഇടയിൽ നിന്ന് ഞാൻ നേരെ രക്ഷപ്പെട്ടേനെ. മണ്ണിനോട് ഇങ്ങനെ ഒരു പുച്ഛം കിടക്കുന്നതുകൊണ്ടാണ് നീ ഒന്നും ജീവിതകാലത്ത് രക്ഷപ്പെടാത്തത്. എടാ മണ്ണിനെ സ്നേഹിക്കണം. ഒരു പെണ്ണിനെ സ്നേഹിച്ചതിന്റെ കാര്യം ഇപ്പോഴും തീർന്നിട്ടില്ല. അവളിപ്പോ എന്റെ തലയില. അപ്പോഴാ മണ്ണ്. സദാനന്ദ മുതലാളി വേഗം പോയി ലോഡർക്ക്. ശരി മുതലാളി. ശബരിമല കയറുന്ന പോലെ മുതലാളി 8 ചാക്ക് കത്തിരിക്ക, 12 ചാക്ക് ചേന, 78 നേന്ത്രക്കുല, പിന്നെ കത്തിരിക്ക, വെണ്ടയ്ക്ക, മാങ്ങ, ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. 11500. ഒരിക്കലും കടം പറയാത്തതിന് 10 റിഡക്ഷൻ. പിന്നെ ടോണിക്ക് കൊടുക്കാനുള്ളത് 6 ലക്ഷം ഉണ്ട്. അല്ല ജയ, പെങ്ങളുടെ കല്യാണക്കാരൊക്കെ എവിടം വരെയായി? ആലോചനകളൊക്കെ വരുന്നുണ്ട് മുതലാളി. കല്യാണമല്ലേ, നോക്കിയും കണ്ടും വേണ്ടേ വരണ തിരഞ്ഞെടുക്കാൻ. അത് ശരിയാ. പണവും പത്രാസൊക്കെ കുറവാണെങ്കിലും വേണ്ടില്ല, കള്ളു കുടിക്കാത്ത ആളായിരിക്കണം. കേരളത്തിൽ നിന്നല്ലേ ഇവന്റെ പെങ്ങള് വീട്ടിൽ നിന്ന് തന്നെ. സത്യം പറയാലോ, ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം കുടി തുടങ്ങി. അതെന്ത് പറ്റി? ഈ പണ്ടാരത്തോടൊക്കെ ജീവിക്കണ്ടേ? പോട്ടെ മുതലാളി. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. അല്ല, മുതലാളിയോടൊന്ന് സൂചിപ്പിക്കണം കരുതിയിരിക്കുകയായിരുന്നു. എന്ത്? ആള് സത്യസന്ധന, നല്ലവനാ, ശുദ്ധനാ. പക്ഷേ ഇങ്ങനെ 5-6 ലക്ഷം ഒരുമിച്ച് കൊടുത്തയച്ചാൽ റിസ്ക് അല്ലേ? 50 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം വേണോ? കാശ് മുതലാളിക്ക് അങ്ങ് നേരിട്ട് കൊടുത്തൂടെ? എന്തോ അവൻ എനിക്ക് വിശ്വാസ. ഞാൻ പറഞ്ഞ കാര്യം 6 രൂപ. ഓക്കെ അല്ലേ? ഗോപിയേട്ടാ, അതെ, പച്ചക്കറി എന്ന പേരിൽ കുറെ പൊട്ട സാധനം കെട്ടിയേൽപ്പിച്ചിട്ട് പോവാന്നാ വിചാരം അല്ലേ? ഇനി ഇവിടെ ഇങ്ങനത്തെ സപ്ലൈ വേണ്ട. മാർക്കറ്റിലുള്ളത് ഞങ്ങൾ നേരിട്ട് പോയി എടുത്തോളാം. കിലോയ്ക്ക് 5-10 കൊടുത്ത് വാങ്ങിയിട്ട് 50-60 രൂപയ്ക്ക് ഇവിടെ ഉള്ളവർക്ക് കൊള്ളാലോ കച്ചവടം. കുഞ്ഞിച്ചിരിയും കൊച്ചു വർത്താനവും ഒക്കെ ആയിട്ട് നാട്ടുകാരുടെ പ്രീതിയും ഹരിശ്ചന്ദ്രൻ എന്ന പേരും പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. കൊണ്ടോയേ. എടി വേറെ ഏത് കച്ചവടക്കാരൻ കൊടുക്കുന്നതിനേക്കാൾ 50 രൂപ കുറച്ചിട്ട് ഞാൻ നിന്റെ തന്തയ്ക്ക് സാധനം കൊടുക്കുന്നു. അതൊക്കെ പിന്നെ പറയാ. വേഗം വീട്ടിലേക്ക് ചെല്ല്. എന്താ ഗോപിയേട്ടാ? വീട്ടില് കല്യാണിയെ കാണാൻ ചെറുക്കൻ കൂട്ടി വന്നു. കല്യാണിക്ക് ആലോചനയോ? നേരെ അല്ല, കള്ളം. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് കല്യാണി ഇവളെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വന്നപ്പോ ചെറുക്കന്റെ കുടുംബക്കാരെ ഞാൻ അറിയും. നല്ല തറവാടാ, നല്ല പയ്യനാ. എന്തുകൊണ്ട് ചേരും? ധൈര്യമായിട്ട് ആലോചിക്കാം. മതി, തൃപ്തിയായി. ഇനി ഈ അമ്മാവന് സന്തോഷത്തോടെ കണ്ണടയ്ക്കാലോ. എന്റെ കൃഷ്ണ, ചെറുക്കന്റെ കൂട്ടര് വന്നെന്നും ഇവളെ കണ്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും ഒക്കെ അറിഞ്ഞപ്പോ ഉടപ്പറത്തോളെ എന്റെ നെഞ്ചത്ത് പടപടാന്നൊരു മുഴക്കം. ഒരൊറ്റ അടിവീശലും കുസൃതിക്കാരി സന്തോഷപ്പെരുമ്പറയുടെ ഒരു മുഴക്കമായിരുന്നു. ഓടി കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് അർച്ചനയെ കഴിപ്പിച്ചു. അവിടെ അർച്ചനയ്ക്ക് 10 രൂപയാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 3 ആന നിന്ന തറവാടായത്. അതിനൊത്തതായിരിക്കണം കല്യാണം. അതെന്താ, കല്യാണത്തിന് കൊമ്പും തുമ്പിക്കൈയൊക്കെ വേണോ? ഇവളുടെ ഓരോ തമാശകള്. പെങ്ങളെ, 100 പവനെങ്കിലും വേണം ആഭരണം. 3000 പേരെ ക്ഷണിക്കണം. പ്രഥമൻ 5 കൂട്ടം വേണം. ഇതിനൊക്കെ കൂടി കാശ് എത്രയാകുമെന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ കൈ തുട്ടുണ്ടോ?
കാശിന് പകരം കല്യാണ ചെക്കിന് വെണ്ടയ്ക്കയും കത്തിരിക്കയും ഒക്കെ കൊടുത്താൽ മതിയോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഈ വീടും പറമ്പും എന്റെ പേർക്ക് എഴുതി തന്നേക്ക്. സെന്റിന് 10,000 രൂപ വെച്ച് ഞാൻ അങ്ങ് തന്നേക്കാം. എന്താ, വില അല്പം കൂടുതലാണെങ്കിലും ഉടപ്പറന്നോക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന സമാധാനം എനിക്കും, വീടും വസ്തുവും അന്യന്റെ കൈവശം പെട്ടു പോയില്ലല്ലോ എന്ന് നിങ്ങൾക്കും സമാധാനിക്കാം. വേണ്ട, അതിന്റെ ഒരാവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു. കല്യാണിയെ പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും വന്നിരുന്നു. അവർക്ക് പരസ്പരം വലിയ ഇഷ്ടമായി. എന്നെ മൊബൈലിൽ കിട്ടിയില്ല, പക്ഷെ ഗോപിയേട്ടൻ പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. നേരെ ചെറുക്കനെ കാണാൻ ചെന്നു. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ചെറുക്കനെ കുറിച്ച് നല്ല മതിപ്പാ, നല്ല കുടുംബക്കാര്. പിന്നെ ഒന്നും അവിടെ ആലോചിച്ചില്ല, നേരെ ജോത്സ്യനെ കാണാൻ പോയി. കല്യാണത്തിനുള്ള ദിവസം അങ്ങോട്ട് കുറിപ്പിച്ചു. ചിങ്ങത്തിലെ വിവാഹം ഈ വരുന്ന 15-ാം തീയതി. നല്ല മുഹൂർത്ത, ജാതകം കൈമാറുക 10:30-ക്കും 11:30-ക്കും ഇടയ്ക്ക്. പറ്റിയാൽ അമ്മാവൻ വന്ന് അനുഗ്രഹിക്കണം. വരില്ലേ? നീയാണ് കേശവൻ നായരുടെ അനന്തരവൻ. എന്റെ ഈ പെങ്ങളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണോ താല്പര്യം കാണിച്ചത്, അതേ താല്പര്യം നീ നിന്റെ പെങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്നു. അപ്പൊ ജയ, നമുക്ക് ഈ കല്യാണം കെങ്കേമമാക്കണം. അത് പിന്നെ പറയാനുണ്ടോ? കേശവൻ നായരുടെ അനന്തരവളുടെ കല്യാണമല്ലേ, കുറയ്ക്കാൻ പറ്റുമോ? ഒരു 3000 പേർക്കെങ്കിലും സദ്യ, 4 ആന, താലപ്പൊലി, ഭരതനാട്യം, കുച്ചിപ്പിടി. പക്ഷേ ഇതിനൊക്കെ കൂടി നല്ല തുകയാവുമല്ലോ. എന്റെ എവിടുന്ന കാശ്? അമ്മാവൻ സെന്റിന് ഒരു 10,000 രൂപ വെച്ച് വീടും സ്ഥലം എടുത്തോളാന്നല്ലേ പറഞ്ഞത്? എടുത്തോ. അമ്മാവന് പറ്റിയ അനന്തരവൻ തന്നെ. എന്താ അമ്മാവത്? അഡ്വാൻസ് 50,000. അഡ്വാൻസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, ആദ്യം മുദ്രപത്രം തന്നെ. മെടുക്കൻ. അമ്മ വിഷമിക്കാതെ, ഒരാവശ്യം വന്നുകൊണ്ടല്ലേ, വേറെ വഴിയില്ലല്ലോ. അമ്മ അവരിതൊന്ന് വായിച്ചു നോക്കിയേ. ഇതും പറഞ്ഞ് ഈ വീട്ടിൽ കാല് കുത്തിയാൽ അമ്മാവനാണെന്ന് ഞാൻ നോക്കിയില്ല, കാല് ഞാൻ വെട്ടിക്കളയും. അയ്യോ, സത്യമാണോ? സത്യമാണ്. എന്താ പകളെ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുക. അല്ല, ഒരു 10,500. എന്റെ കൊട ഉള്ളത് മുഴുവൻ കൊണ്ടുപോയി അയക്കിനി വീട് കൂടി കൊണ്ടുപോയി. അതൊക്കെ പോട്ടെ, ആളെ ഞാൻ കണ്ടു. അല്ല, സ്ത്രീധനവും കല്യാണ ചെലവൊക്കെ ആയിട്ട് നല്ലൊരു തുക വേണ്ടേ? വേണം, കാശിന് കാശ് തന്നെ വേണ്ടേ? അതിനെ കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന്. എനിക്കറിയാം, ഏട്ടനിപ്പോ ആരോടെങ്കിലും കടം വാങ്ങിക്കാനായിരിക്കും. ഇത്രയും കാശ് ചെലവാക്കി എനിക്കിപ്പോ ഈ കല്യാണം വേണ്ട. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എടി, വീട്ടുകാർക്ക് വേണ്ടി ഇത്തിരി കടം മേടിക്കലും കഷ്ടപ്പെടലൊക്കെ ഗ്രഹനാഥന്മാർക്കൊരു സുഖ. ആ സുഖം ഞാനും അനുഭവിക്കട്ടെ. എന്റെ കുഞ്ഞിപ്പെങ്ങള് കഞ്ഞി കുടിച്ചിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് ദേഷ്യം തോന്നരുത്. എന്താമ്മേ? നിനക്ക് എറണാകുളത്ത് പോയി നമ്മുടെ സേതുവിനെ ഒന്ന് കണ്ടൂടെ? വേണ്ടമ്മേ, വല്യേട്ടനൊക്കെ വലിയ സ്ഥിതിയിലല്ലേ, കോടീശ്വരൻ. കാശ് കൊണ്ട് ഈശ്വരന്മാരായവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് താഴേക്കടയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള ബന്ധുക്കളെയാ. വല്യേട്ടന്റെ വീട്ടുമുറ്റത്ത് നിന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലേ. എന്തായാലും അവനെന്റെ ഏട്ടത്തിയിടം പോനല്ലേ, വല്യമ്മയുടെ മോനോട് ഒരു സഹായം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വേണ്ടമ്മേ, വീട്ടുകാരോട് പിണങ്ങി നാട് വിട്ടു പോയപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാതെ നമുക്ക് കാശിന്റെ ആവശ്യം വന്നപ്പോ അന്വേഷിച്ചില്ല എന്ന് വെച്ചാ ദേ, അതൊന്നും ശരിയാവില്ല. എന്റെ സന്തോഷവും സൗഭാഗ്യവും ഒക്കെ തിരികെ തരാൻ പോകുന്ന മഹാനഗരമേ, നിന്നെ ഞാൻ കൺകുളിർക്കി ഒന്ന് കണ്ടോട്ടെ. ചേട്ടാ, ദാ വെൽക്കം ടു ദ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ. ഞാൻ വർഷ. വ്യക്തികളെ അവരുടെ യാത്രക്കിടയിൽ പരിചയപ്പെടുത്തുന്ന ഏഷ്യ വിഷന്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഷോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേരെന്താ? എന്തിനാ? ചേട്ടൻ, ഞാനൊരു ചാനൽ അവതാരികയാണ്. ഭാഷ കേട്ടപ്പോ മനസ്സിലായി. വ്യക്തികളുടെ ജീവിതം, അഭിരുചി, പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഷോ ആണിത്. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചാനൽ ടീം പരിഹരിച്ചു തരും. ആണോ? എങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-8 കൊല്ലായി, ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ചാനൽ വിചാരിച്ചാൽ സാധിച്ചു തരാൻ പറ്റുമോ? എന്റെ കുട്ടി, എന്റെ ഇപ്പോഴത്തെ പ്രശ്നം കുട്ടിയാ.
300 കിലോമീറ്റർ യാത്ര ചെയ്ത് വരിക. ഈ ക്ലാമ്പ് ഒന്ന് മാറ്റിക്കേ, ഒന്ന് പൊക്കോട്ടെ. അങ്ങനെ പോകാൻ പറ്റില്ല. എനിക്കറിയാം എന്തോ ഒരു വിഷമം ചേട്ടനെ അലട്ടുന്നില്ലേ അല്ലേ? കൈനോട്ടക്കാരിയാ എന്റെ കുട്ടി. ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്, സന്തോഷമുള്ള മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. എന്നാൽ ദുഃഖവും പ്രശ്നമുള്ള ഓരോരുത്തരും അവരവരുടെ രീതികളിൽ വ്യത്യസ്തരായിരിക്കും. കോടിക്കണക്കിന് സമ്പാദ്യം കാണും, പക്ഷെ പഞ്ചസാര ഇട്ട് ചായ കുടിക്കാൻ പറ്റില്ല. എന്താ? ഷുഗർ. കാഴ്ചയിൽ യോഗ്യരായിട്ടുള്ള ഭാര്യയും ഭർത്താവും ആയിരിക്കും, പക്ഷെ ഡൈവേഴ്സ് പെറ്റീഷൻ ഒപ്പിട്ടിട്ട് നിൽക്കുകയായിരിക്കും. ഇപ്പൊ കുട്ടിയുടെ കാര്യം തന്നെ എടുത്തോളൂ. കാഴ്ചയിൽ സുന്ദരി സുമുഖി, പക്ഷെ എന്താ കാര്യം? കയ്യിലൊരു കോലുമായിട്ട് നാട് നീളെ തെണ്ടി നടക്കാനല്ലേ യോഗം. പ്രശ്നങ്ങളുടെ നൂൽപാലമാണ് കുട്ടി ജീവിതം. നോക്കി നടന്നില്ലെങ്കിൽ അതിന് തലകുത്തി താഴെ വീഴും. കുട്ടി ചെല്ല്, ചേട്ടൻ പോട്ടെ. സ്വാമിയേ ശരണമയ്യ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടി. ജീവിതത്തെ കുറിച്ചുള്ള നല്ല നിരീക്ഷണങ്ങളായിരുന്നു. സമ്മാനമുണ്ട്. ഇവിടെ ക്യാമറ. നിറപറ സ്പോൺസർ ചെയ്യുന്ന 10 കിലോ അരി, കോട്ടയം ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ. തുറന്നാ ചിലപ്പോ കാറ്റത്ത് പറന്നു. സോപ്പില്ലേ? നിങ്ങൾ സാധാരണ ഒരു ഡിക്ഷണറി കൊടുക്കാറുണ്ടല്ലോ, അതെവിടെയാ? ചേട്ടൻ ആളൊരു തമാശക്കാരൻ തന്നെ. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. അത് വേണോ? ഒരു കൈ കൊടു മാഷേ. താങ്ക് യു. ഓക്കേ ഗൈസ്, കം ഓൺ. ചേട്ടാ ഒരു ഇല്ലേട്ടാ, പോണില്ല. ഹലോ, ഒരു ഇല്ല, പോണില്ല. ഓട്ടം ചേട്ടാ പോവാം. ഒരു സാധനം വായിക്കണുണ്ടല്ലോ. ഹലോ, ഇത് ഓടുന്ന ഓട്ടോയാണോ ഓടാത്ത ഓട്ടോയാണോ? ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓട്ടം പോയേക്കാം. കേറിക്കോ. എങ്ങോട്ടാ? എങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇവിടെ ഒന്നും അത്ര പിടിയില്ല. വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയായിരിക്കും അല്ലേ? അടുത്ത ബാറുണ്ട്, അങ്ങോട്ട് വിടാം. അതൊന്നും വേണ്ട, എനിക്ക് സ്ഥലമൊന്നും അത്ര പിടിയില്ലാത്തോണ്ടാ. എനിക്ക് ഇദ്ദേഹത്തെ കാണേണ്ടത്. അറിയോ? അറിയോന്നോ? ഇദ്ദേഹത്തിന്റെ വകയിലൊരു അനുജനായിട്ട് വരും. ഇദ്ദേഹത്തെ ഞാൻ അറിയും. ഞാൻ ഇദ്ദേഹത്തിന്റെ കമ്പനി കുറെ കാലം ഉണ്ടായിരുന്നു. കേറിക്കോ. ഇവിടെയാണോ വലിയേട്ടൻ ഓഫീസ്? ഇവിടെ മാത്രല്ല, സിറ്റിയുടെ പല ഭാഗത്തും ബ്രാഞ്ചുകളുടെ മനുഷ്യനാ. പിന്നെ ഇവിടെയാണ് മെയിൻ. നേരെ നടന്ന് വലത്തേക്ക് എന്നാ. ഇതാണ് ചില മുതലാളിമാരുടെ എളിമ എന്ന് പറയുന്നത്. വലിയേട്ടനൊരു സ്ഥിതി വെച്ചിട്ട് സിറ്റിയിൽ എവിടെ വേണമെങ്കിൽ താമസിക്കാമല്ലോ. വിട്ടിട്ട് ഇങ്ങനെ എളിമ. എത്രയായി? പൈസ ഒന്നും വേണ്ട. അദ്ദേഹത്തിന് എന്റെ ഞാൻ പൈസ വാങ്ങൂല. നേരെ നടന്നു വലത്തേക്ക്. ഓക്കേ. വലിയേട്ടൻ നാട്ടുകാരുടെ കണ്ണിലുണ്ണി തന്നെ. പഴയ പാത്രം, പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ചേട്ടാ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ അയാൾ തന്നെ വലിയ അവന്റെ കാര്യം ഞാൻ നോക്കാം. നല്ലൊരു വണ്ടി എടുക്കണോ? സ്റ്റേഷൻ തൃക്കര. പിന്നെ വടയും പഴമൊക്കെ സത്യം എടുത്ത് വെക്ക്. കള്ളി എന്താണ് ഒരു ചുറ്റിക്കളി? അല്ല ഞാനൊരു മുണ്ടടിച്ചിറോ? അല്ലാതെ മനുഷ്യനെ കളിയാക്കുന്നു. അല്ല സാർ, പേടിച്ചിട്ടാ. എന്റെ അച്ഛൻ ഒരു പോലീസായിരുന്നു, അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കാണുമ്പോ ഇപ്പോഴും അറിയാതൊരു പേടി. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോ ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷൻ ആക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഞങ്ങൾ. പോലീസ് ജനങ്ങളുടെ സുഹൃത്താണ്. ഒരു കൂട്ടുകാരന് മറ്റൊരു
ഒരു കൂട്ടുകാരനോട് എന്തും പറയാം. അത് മാത്രം എടുക്കരുത്, ഇത് മാത്രം പറയരുത്. നീ വന്ന കാര്യം പറയടാ. ഞാൻ കൃഷ്ണപുരത്ത് നിന്ന് വരിക. വന്നോളൂ. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന സേതു. ചെങ്കിരി സേതു. പുള്ളിക്കാരൻ എന്റെ എന്റെ ആരുമല്ല. ആരും അല്ലേ? എന്താണ് ഒരു വിക്കലും പറയലൊക്കെ? അല്ല, എന്റെ വകയിലൊരു ഏട്ടനായിട്ട് വരും. എന്താണ് സാധനം പറയണേ? ഇങ്ങോട്ട് വന്നേ. വേണ്ട വേണം വേണ്ട വേണം വേണ്ട. ഗിരിയുടെ അനിയനല്ലേടാ? അല്ല ആണ്. അല്ല ഇങ്ങോട്ട് വരാം. അല്ല, പെട്ടെന്ന് മരിക്കടാ, ഇല്ലെങ്കിൽ ഇടികൊണ്ട് ചാവും. നല്ലതാ. നീ എന്നെ ക്ലിപ്പിട്ട് ജീപ്പിലോട്ട് തള്ളിയ തള്ളലുണ്ടല്ലോ, ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. ഞാനൊന്ന് കണ്ണ് കാണിച്ചായിരുന്നു. നിന്റെ കണ്ണു കാണുമ്പോ ഇത്തിരി കൂടിപ്പോന്ന്. എടാ, ഞാൻ എല്ലാം ശ്രദ്ധിച്ചായിരുന്നു. കാര്യമൊക്കെ ശരി, ദേഹം നൊന്താൽ എന്റെ സ്വഭാവം മാറും. വലിയേട്ട് മമ്മൂട്ടിയുടെ ഒരു പടമല്ലേ? വലിയേട്ടാ, എന്നെ മനസ്സിലായില്ലേ? കൃഷ്ണപുരത്തെ മാധവിയമ്മയുടെ മകൻ ജയശങ്കർ. ഏത് കൃഷ്ണപുരം, ഏത് മാധവിയമ്മ എനിക്കറിയില്ല. കുട്ടിക്കാലത്ത് ഞാൻ ചെയ്ത ചെറിയൊരു തെറ്റിന് വല്യേട്ടന്റെ അച്ഛൻ എനിക്ക് തന്ന ശിക്ഷ. അന്ന് അദ്ദേഹം അരിവാള് വെച്ച് വെട്ടിയ വെട്ട്, ആ വെട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് വല്യേട്ടാ. ഈ വെട്ട് എല്ലാവർക്കും ഉള്ളതാ. അതല്ല, വെട്ടിയ പാട് ദാ ഇവിടെ. എനിക്കൊന്നും അറിയില്ല. അയ്യോ, ഞാൻ വല്യേട്ടൻ എണിച്ചേ. എണീക്ക്. എന്തിന്? എണീക്ക്. ഒന്ന് കുനിഞ്ഞു നിന്നേ. കുനിഞ്ഞു നിക്ക്. ഇത് കണ്ട, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കാശ് മോഷ്ടിച്ചതിന് വല്യച്ഛൻ വെട്ടിയ ഒരു വെട്ടിന്റെ പാട് ഇപ്പോഴും ഉണ്ടാവും. ഒരുപാടുണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. കുനിച്ച് നിർത്തിയത് മതിയടാ. നിന്നെ എന്തിനാടാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതിരിക്കട്ടെ, എന്റെ വല്യേട്ടൻ എന്തിനാ പോലീസ് പിടിച്ചേ? എന്താ പോലീസ് പിടിച്ചെന്നാ? ആരെ പിടിച്ച്? നിന്റെ വല്യേട്ടന്റെ നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നാണ് ഞങ്ങള്. നാട്ടുകാരുടെ തല്ലോ? എന്തിന്? ഒന്നും പണ്ടൊക്കെ മോഷ്ടിച്ച പിന്നെ നാട്ടുകാരെ തല്ലല്ലേ? മോഷ്ടിക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വല്യേട്ടാ. മുഖത്ത് നോക്ക്, ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അയ്യോ, എന്റെ മുഖത്തോ? എന്റെ മുഖത്ത്. അതെന്ത്? താങ്ക്സ് ഗോഡ്. എടാ, ഈ സിറ്റിയെ കിടുകിട വിറപ്പിക്കുന്ന പോലീസുകാരുടെ ആത്മമിത്രമായ കുപ്രസിദ്ധ മോഷ്ടാവ് ചെങ്കീരി സേതു, ഉടുമ്പ് സേതു എന്നൊക്കെ നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇപ്പൊ കേട്ടോ, അത് ഞാനാണ്, സേതുരാമൻ. വല്യേട്ടാ, നിന്റെ മാത്രമല്ലടാ, കള്ളന്മാരുടെ മൊത്തം വലിയേട്ടനാടാ ഈ ഞാൻ. നാട്ടുകാരനെ പിടിക്കാൻ തുടങ്ങുമ്പോ ദാ ഇവര് എന്റെ ഫ്രണ്ട്സ് എന്തേലും കാരണം ഉണ്ടാക്കി അപ്പ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. തവള കരയുന്ന എടുക്ക്. ഹലോ. സാർ, കംപ്ലൈന്റ് ആയിട്ടൊന്നുമില്ല സാർ. നമ്മുടെ ചെങ്കീരി സേതു. ആരാടേ? ഫോട്ടോസേ രമണൻ സാർ. നമസ്കാരം സാറേ. സാർ, ഇന്നലെ ഒരു പൊതി കൊടുത്തയച്ചായിരുന്നു, കിട്ടിയല്ലോ അല്ലേ? എന്താ മോൻ അടുത്ത ആഴ്ച MB അഡ്മിഷനോ? എത്ര വേണം? 30? ഓക്കെ, ഞാൻ കൊടുത്തേക്കാം. ശരി. രമണന്റെ മോൻ MBക്കായി. കഴിഞ്ഞ വർഷം അവൻ BA ആയിരുന്നു, ഇപ്പൊ MBA. ഇനി 2 വർഷം കൂടെ കഴിഞ്ഞാൽ MBBS. പിള്ളേര് വരളുന്ന വരൾച്ചേ. ആ ഫയലും കൊടുത്തേ. പിടിച്ചേ, ഇവിടെ ഒപ്പിട്ടെ. ഈ നാട്ടുകാർ 9 ചെല്ലിനെ പിടിച്ചത് ജസ്റ്റ് ഒരു സാക്ഷി വേണം, അത്രേ ഉള്ളൂ. പെറ്റി കേസ് അങ്ങനെ ചർച്ച ചെയ്താൽ മതി. ഒപ്പിട്. അത് ഒപ്പിടാൻ. കൈവിട്. ധൈര്യമായിട്ടിരിക്കും, നമുക്ക് സംസാരിക്കാം. എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, MLOടാ. അതിനല്ലേ രമേശ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമുക്ക് സംസാരിക്കാന്നേ. ഇവനെ മനസ്സിലായില്ലേ? രമേശൻ. രമേശൻ ഇവന് സാറിനോടൊന്ന് സംസാരിക്കണം. ഇങ്ങോട്ട് എന്തിനാണോ ഒരു പാവത്തിന് തല്ലി ചതിക്കുന്നത്? സാറ് ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞ് പൗരസമിതി ഉണ്ടാക്കിയത് ഇവനാണ് സാർ. ഓ, അവനങ്ങ് കൊണ്ടുപോവാ. നടക്കട അങ്ങോട്ട്. വിട്, പോട്ടെ. അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവിടെ നടന്നത് ഭൂമി കയ്യേറ്റമല്ല രമേശ. പിന്നെങ്ങനെ 200 ഏക്കറോളം വനഭൂമി നിങ്ങളുടെ കയ്യിലായത്? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. വന്നാ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. താനൊന്നും പറയണ്ടോ? പ്രകൃതി സംരക്ഷിക്കേണ്ട നിങ്ങളെ പോലുള്ള നിന്റെ ഒരു പ്രകൃതി. ഈ ഭൂമി പ്രകൃതിയൊക്കെ നീ ജനിച്ചപ്പോ നിന്റെ കൂടെ ഉണ്ടാക്കിയതാണോ? കുറെ ഭൂമി ഞാൻ സംരക്ഷിക്കാൻ പോവാ. അവന്റെ അമ്മയുടെ ഒരു പ്രകൃതി. പൗരസമിതി എന്നും പറഞ്ഞ് ഇനി നിന്റെ നാവ് പൊന്തിയാൽ കത്തിച്ചു കളഞ്ഞാൽ അമ്മയും പെങ്ങന്മാരും ചേർത്ത് അറിയില്ല നിനക്കെന്നെ കൊണ്ടുപോയി കളണം. അല്ല, MLA മൂടോട്ടാണെങ്കിൽ ഡിസ്കഷൻ നാളത്തേക്ക് മാറ്റാം. എന്ത് മൂടോട്ട്? ഇതൊക്കെ നിത്യവിഷയങ്ങളല്ലേ?
അപ്പോ ആ ഹോസ്പിറ്റൽ കോംപ്ലക്സിന്റെ സ്കെച്ച് കിട്ടിയിട്ടുണ്ടോ? SP ആ വരണം SP സാർ. എന്താ സാർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്റെ SP സാറേ ഞങ്ങളൊന്നും ഞാൻ പറയാം. CK ഗ്രൂപ്പിന്റെ പാലച്ചുവടിലെ ഷോപ്പിംഗ് മാളിലെ ആ പണി തീർന്നു വരുന്ന ചിലപ്പോ അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നേക്കാം, ഒരു സ്ഫോടനം. അല്ല സാർ അത് ഞങ്ങളുടെ മാളിന്റെ പണിയും പൂർത്തിയായി വരികയാണല്ലോ. CK ഗ്രൂപ്പിൻ്റെത് ഞങ്ങൾ വില പറഞ്ഞ് ചോദിച്ചതാ, പക്ഷെ അവന്മാർ തരുന്നില്ല. സിറ്റിയിൽ എന്തായാലും അടുത്തടുത്ത് 2 മാള് വേണ്ട. 1 മാസത്തെ അവധി കൊടുത്തിട്ടുണ്ട്. അതിനകം അനുകൂലമായൊരു മറുപടി കിട്ടിയില്ലെങ്കിൽ അതങ്ങ് സംഭവിക്കും. ഒന്ന് നോക്കിക്കൊള്ളണം. എന്നെ വരക്കല്ലേ സാറേ. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? ഞങ്ങൾ കാരണം നിങ്ങൾക്ക് നേട്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. അത് നേരാ. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് സർക്കിളിലെ CA ഒന്ന് മാറ്റണം. പാലച്ചോട് ഈസ്റ്റിലാണല്ലോ, അവൻ ആളിത്തിരി പെശക. പകരം ആരെ വേണം പറഞ്ഞോ? ഹോം മിനിസ്റ്ററോട് ഞാൻ പറയാം. അടുത്ത ആഴ്ച തന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റ് നടക്കും. നമ്മുടെ പരിധിക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു പാവത്താനുണ്ട്, സാജൻ ജോസഫ്. ഇപ്പോ ട്രാഫിക്കിലാ. ഒരു സ്വതന്ത്ര സ്റ്റേഷന്റെ ചാർജിന് വേണ്ടി കൊതിച്ചിരിക്കുക അയാള്. എന്താ മോനെ ഈ കാക്ക കുളിച്ചാ കൊക്കാവൂ? അല്ല, അപ്പച്ചനിവിടെ ക്രീം ഇടാന്ന് പറഞ്ഞപ്പോ അമ്മച്ചി ചോദിച്ചതാ. നിന്റെ അമ്മച്ചിക്ക് അസൂയടാ. അതൊന്നും എനിക്കറിയില്ല, അമ്മച്ചി വിളിക്കുന്നുണ്ട്. എന്തിനാടാ? മീൻ വെട്ടാൻ. അല്ല, മീൻ എന്തെങ്കിലും ഇറക്കി വെക്കാൻ. അത് പറ. പറഞ്ഞോടാ. ഒരു കൊട്ട തുണി ഉണ്ടായിരുന്നു അലക്കാൻ, അതുകൊണ്ട് അടുക്കള സഹായത്തിനൊന്ന് വിളിച്ച. അതൊക്കെ പക്ഷെ കാക്ക കുളിച്ചാൽ എന്നുള്ള പ്രയോഗം. ഓ, അതൊരു തമാശ പറഞ്ഞല്ലേ സർക്കിളെ. എനിക്കറിയാം നിന്റെ മനസ്സിലൊരു വിഷമം. എന്തിന്? എനിക്കല്പം ഗ്ലാമർ കൂടി കൊണ്ട് പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നതില്. ഏത് പെണ്ണ നോക്കിയെന്നാ? പിന്നെ ഒന്നും അറിയാത്ത പോലെ. എടി, ഇന്നലെ നമ്മൾ കാറിൽ പോയപ്പോ ഓപ്പോസിറ്റ് വരുന്ന കാറിലെ പെണ്ണിനെ നോക്കുന്ന കണ്ടില്ലേ? ആ, അത് ഞാൻ കണ്ടു. അത് ഏട്ടൻ റോങ് സൈഡ് കയറിയപ്പോ ആ കുട്ടി എന്ത് തെറിയും വിളിച്ചോണ്ട് പോയതാ. ഒന്ന് പോടി. ഒക്കെ നിന്റെ വിഷമം മാറ്റാനുള്ള ഓരോ ന്യായീകരണങ്ങളാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ എന്നെ സംശയിക്കരുത്. ഞാൻ ഒരിക്കലും പഴിച്ചു പോവില്ല. ഒരു പെണ്ണ് മൈൻഡ് ചെയ്യാത്തതിന്റെ വിഷമല്ലേ? അല്ല, ഈ ട്രാഫിക്കിനെ പറ്റി നീ പറയരുത്. ആ, ലോക്കൽ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന പോലല്ല യന്ത്രങ്ങളുമായിട്ട് ഇടപാടാ ട്രാഫിക്കില്. ഹലോ, CA സാജൻ ജോസഫ്. SP ആടോ സാർ. താനിപ്പോ എവിടെയാ? ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ് സാർ. അടുക്കള ഡ്യൂട്ടിയിലാ. അല്ല സാർ, ഞാനിവിടെ പറഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ തനിക്കൊരു മാറ്റം ഉണ്ടാവും. അല്ല സാർ, അതിന് എന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല സാർ. ലോക്കലിലേക്കാടോ, ഈസ്റ്റ് CA ആയിട്ട്. അതേടോ. പിന്നെ ആ MLA ദത്ത സാർ വിളിച്ചു പറഞ്ഞോണ്ടാ ഇത് കിട്ടിയത്. എന്ന് വെച്ചാ ദത്ത സാർ ചില കാര്യങ്ങൾ വിളിച്ചു പറയും, അതങ്ങ് ചെയ്തേക്കണം. ശരി സാർ, താങ്ക് യു. എന്താ ഏട്ടാ? എനിക്ക് CA ആയിട്ട് ലോക്കലിലേക്ക്. അപ്പൊ ഏട്ടന്റെ ട്രാഫിക് ബ്ലോക്ക് മാറി. സാറേ, കൂളിംഗ് ഗ്ലാസ്. താങ്ക് യു. ഹലോ. നല്ല കണിയാ. സർക്കിളിൽ നിന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. പറഞ്ഞു കൊടുക്ക്. നിന്റെ ഏട്ടന് ട്രാഫിക്കിന്ന് മാറ്റം വരാൻ പോന്നു, ഈസ്റ്റ് CA ആയിട്ട്. റിയലി? കള്ളന്മാരുടെ ബെസ്റ്റ് ടൈം. ഞാനൊന്നും പറയണില്ല. എന്താ ഇത്ര വലിയ ധൃതി? ഒരു പോലീസുകാരന്റെ ടെൻഷൻ വിഷമം ആർക്കും മനസ്സിലാവില്ല. ഇത് തന്നെ ഇന്നലെ കാലത്ത് കണ്ട കൃഷ്ണപുരത്തുകാരനും പറഞ്ഞത്. ഏത് കൃഷ്ണപുരത്തുകാരൻ? ഇന്നലെ ഒരു കക്ഷിയെ കിട്ടി. ഞാൻ ചെയ്യുന്ന ഗ്രൗണ്ട് റിയാലിറ്റി ഷോയില്. സാധാരണ എല്ലാരും ക്യാമറ കണ്ട ഇടിച്ചു തള്ളി വരാനല്ലേ ഏട്ടാ നോക്കുക. ഇയാളിത് രക്ഷപ്പെടാൻ നോക്കുന്നു. ഞാൻ വിടുവോ? നീ എന്നല്ല, ഈ ചാനലുകാർ ആരും വിടില്ല. പ്രത്യേകിച്ച് എന്നെ പോലെ സൗന്ദര്യമുള്ളവർ. ഈ കഴിഞ്ഞ ആഴ്ച ചാനലിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോണിൽ വിളിയോട് വിളിയായിരുന്നു. നീ പറ. എനിക്ക് അയാളുടെ ഫിലോസഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, ഞങ്ങളുടെ ചാനൽ ഹെഡിനും. ഏട്ടാ, അയാള് പറയാ, സന്തോഷമുള്ള മനുഷ്യരെല്ലാം ഒരുപോലെയാണ്, എന്നാൽ ദുഃഖവും പ്രശ്നവും ഉള്ളവർ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു നൂൽപ്പാലമാണ് അത്ര. ഹലോ ഏഞ്ചൽ. അതെന്റെ പുതിയ ലൈനാ. എടാ, ഇത് ഞാനാ പപ്പൻ. എന്താടാ? ആകെ പ്രശ്നമാടാ. നീ സ്ഥലത്തിലെന്നറിഞ്ഞ് സദാനന്ദ മുതലാളി എന്റെ അടുത്ത് വന്ന് ബഹളം വെച്ചു. കാശ് ഉടനെ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയോടൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂ ആക്കുമെന്ന് അങ്ങനെ പറയുന്നു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. നീ കാശിന് വേണ്ടിയാ പോയിരിക്കുന്നതെന്നും ഉടനെ എത്തുമെന്നൊക്കെ ഞാൻ അങ്ങയുടെ കാല് പിടിച്ചു പറഞ്ഞു. അതുകൊണ്ടൊന്നും മുതലാളി സമ്മതിക്കുന്നില്ല. അതിരിക്കട്ടെ, നീ വല്യേട്ടനെ കണ്ടോ? കണ്ടു, പക്ഷെ അത് നടക്കില്ലടാ. ഞാൻ തിരികെ പോരുക.
നീ എന്താ ഈ പറയണേ? അപ്പൊ കാശ് കിട്ടില്ലെന്നാണോ? കിട്ടും. അയാൾക്കൊപ്പം കൂടിയാ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കിട്ടും. പക്ഷെ അതൊന്നും നേരായ വഴിക്കുള്ളതല്ലടാ. മനസാക്ഷിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് വയ്യ. എടാ, നാടോടുമ്പോ നടുവേ ഓടണം. മനസാക്ഷി സത്യവും നീതിയൊന്നും അല്ല. ഇപ്പൊ വലുത് 10 ലക്ഷം രൂപയാ. കാശില്ലെന്നറിഞ്ഞ മുതലാളി കേസ് കൊടുക്കും. നീ അറസ്റ്റിലാവും. കള്ളനെന്ന പേര് വീഴും. പിന്നെ നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ പെങ്ങളുടെ കല്യാണം വരെ മുടങ്ങും. അങ്ങനെ വന്ന അമ്മയുടെ അവസ്ഥ. അല്ല, വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും കാശും കൊണ്ട് വന്നേ പറ്റൂ.